നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, ഇൻറ്റൻഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ്, അതായത് ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണ്. അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ് വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച കമ്മിറ്റ്മെന്റ് തരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് അവഗണിച്ചിരുന്നു. അതായത് ആ വ്യക്തിക്ക് എത്രയും വേഗം നിങ്ങളെ മാരേജ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ലൈഫ് സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഓടി നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് തരത്തിൽ അവഗണിക്കേണ്ടി വന്നതിൽ ആ വ്യക്തി ഇപ്പൊ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ആ വ്യക്തി നിങ്ങളോട് പെരുമാറിയത് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആ വ്യക്തി ഒരു സമയത്ത് കരുതുന്നത്. മേ ബി നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. അതായത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ എത്രയും വേഗം തിരികെ എത്തണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാകുന്നത്. നിങ്ങളിൽ പലരും ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാർമിക് സിറ്റുവേഷൻ മീൻസ് എല്ലാ കാര്യങ്ങളും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത്. ആ ഒരു അവസ്ഥയിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ്. ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട്, വളരെ ഡീപ്പായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഡീപ്പ് സോൾ കണക്ഷൻ, അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിങ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുണ്ട്. എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അതിൽ ഒരു ചേഞ്ച് വേണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. 10 of Cups ആണ് ഇവിടെ ഫൈനൽ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ള ഒരു പാസ്റ്റ് ലൈഫ് മെമ്മറീസിലും ഒരു ഫാമിലി ലൈഫ് ഡ്രീം ചെയ്യുന്നതായിട്ടും ഒക്കെ വ്യക്തമാവുന്ന ഒരു കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദ മാസ്റ്റർ കാർഡ് ഈസ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവാണ്. മേ ബി ആ വ്യക്തി അതിനെ ആഗ്രഹിക്കുകയാണ്, വളരെ ആഴത്തിൽ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളോട് പുറത്ത് പറയാൻ കഴിയാത്ത അത്രയും അധികം ആഴത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അത്തരം ചില സ്ട്രോങ് റീസൺസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മാറി വരുന്നതായിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട്. നിങ്ങളിൽ ആരോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് ഭയങ്കര ഏകാന്തതയാണ്. അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആദ്യം മുതലേ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ്. മേ ബി കൂടുതൽ പേർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആണെന്ന് പറഞ്ഞത്. ആ ഒരു പെയിനിൽ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ആ പെയിൻ ആ വ്യക്തിക്ക് ഒട്ടും തന്നെ ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേർപാടായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നതായിട്ടാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആ വ്യക്തിക്ക് ഒരുപാടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും കൈവിട്ട് പോകരുത് എന്ന് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട്
ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാവണം എന്ന് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം ടെലിപ്പതി. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. കുറച്ചു പേർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രമാത്രം സെപ്പറേഷനിലായാലും നിങ്ങൾക്കൊരു ടെലിപ്പതി കണക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് നിങ്ങളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അതായത് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളില്ലാണ്ട് ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് ആ വ്യക്തി ഈ സമയത്ത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈഫ് ലോങ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ക്ലൂസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് us see. And tattoo on hand. മേ ബി നിങ്ങളുടെ പേഴ്സണിന്റെ കൈകളിൽ എന്തെങ്കിലും ടാറ്റു ആർട്ട് ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലാവാം. ആൻഡ് ഹീലിംഗ് എബിലിറ്റി. അതായത് ഇത് ഒത്തിരി പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് പേർക്ക് സമാധാനം പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർ ഒരു പേഴ്സണൽ ഹീലർ ആവാം. ഇപ്പോൾ റേക്കി ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാവാം. മേ ബി അത് നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അതായത് മറ്റുള്ളവരുടെ മനസ്സ് വേഗം മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് അവരുടെ പ്രോബ്ലംസിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വിൽ കം ബാക്ക് ടു സൂൺ. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോമിസ് ആ വ്യക്തി ഇപ്പോൾ തരുന്നുണ്ട്. ഇറ്റ്സ് സ്റ്റിൽ ഹർട്ടിങ്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു കാര്യം ആ വ്യക്തി ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമം ആ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ടാണ് ആ വ്യക്തി പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവും. ഓക്കെ, ഐ വോണ്ട് ടു സീ യു, യു ആർ മൈ ലവ്, ഐ ലവ് യു. ഓക്കെ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് വരുന്നത്. ആ വ്യക്തിക്ക് എത്രയും വേഗം നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ വ്യക്തി നിങ്ങളോട് ഉള്ള പ്രണയം നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്.